ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റായ കതിർ ചൂടും നാടിൻ പെരുമകൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിലേക്ക് സ്വാഗതം. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? 2 സാക്ഷ്യപത്രങ്ങളാണല്ലേ. ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ്? ചർച്ച ചെയ്യുക. ഇവിടെ സംസ്ഥാനതല കർഷക അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2 വിദ്യാർത്ഥികൾക്കാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക. നമുക്കും ഇതുപോലെ അധ്വാനിച്ച് കർഷകരാവാൻ കഴിയും. വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു, വളർന്നു വിളഞ്ഞു നമ്മൾ അത് കൊയ്യുന്നു. ഇനി നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കിയാലോ? ഗ്രാമശ്രീകൾ. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ, കൈവശമാക്കുവാനിക്കലാ വൈഭവമേതൊരധ്യാപകൻ കൂട്ടുനിന്നു, കന്നിനെൽ കണ്ട മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു, ഉണ്ണിക്കതീരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ, അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണി തന്യോന്നം ചെല്ലി വിളിക്കയായി, വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്ക ലോലക്കിളികൾ ചിലച്ചിടുന്നു, ചെന്നിക്കൽ കെട്ടിച്ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ, തുമ്മാച്ചെരുതിയുടുപ്പുടത്തുമ്പുകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി, കാലുപുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമര താർവിടത്തി, മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി, പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവുമെങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു. എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ, കിക്കിളിക്കൂട്ടിയുഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചെളിയിൽ, മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന രൂമമക്കൾ, കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചെളിയിൽ കുതിക്കയായി, താഴെ വയലിൽ നിരയായി നിരയായി നീലനിരാളം വിരിയുകയായി, വായുവിൽ കേരള വീരാപദാനങ്ങളോല നർത്തനമാടുകയായി, സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്തു മരവിച്ച മൽക്കരമേ, മഞ്ജുളമിക്കല സൃഷ്ടിക്കു മുൻപിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം, ചേർക്കുണ്ടിൽ താഴ്ത്തു മീത്തു വിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു. കവി നീളൻ കുടയും ചൂടി പാടത്തുകൂടി നടന്നു വരുമ്പോൾ അവിടെ യാതൊരു മടിയുമില്ലാതെ പണിയെടുക്കുന്ന ഗ്രാമീണ സ്ത്രീകളെ കാണുന്നു. പുസ്തകങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും നമുക്ക് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും ലോകത്തിൽ നിന്നും പഠിക്കാനുണ്ട്. കൃഷിക്കാർ അവരുടെ വിദ്യാലയമായ ലോകത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നുമാണ് കൃഷിപ്പണികൾ പഠിച്ചെടുത്തത്. അതുകൊണ്ടാണ് കവി അവരെ വിശ്വവിദ്യാലയത്തിൽ നിന്ന് പഠിച്ചവരെന്ന് വിശേഷിപ്പിച്ചത്. പ്രഭാതത്തിൽ ആകാശം ചുവന്നു തുടുക്കുന്ന സുന്ദരമായ കാഴ്ചയെ കർഷകരുടെ ജോലിയോട് ഇണക്കി ചേർത്താണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഈ സ്ത്രീകളുടെ അറിവിനെയും കഠിനാധ്വാനത്തെയുമാണ് കവിയായ കടത്തനാട്ട് മാധവിയമ്മ ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം, വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ച് അറിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നിന്നും പ്രകൃതിയിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. കൃഷിക്കാർ അവരുടെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച അറിവല്ല കർഷക വൃത്തി. ലോകമാണ് അവരുടെ വിദ്യാലയം. ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് അവർ അവരുടെ അറിവ് നേടിയെടുത്തത്. അതുകൊണ്ടാണ് കവി വിശ്വവിദ്യാലയം എന്ന് സൂചിപ്പിച്ചത്. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം, പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാത സൂര്യൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത്. സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കല്പിക്കുന്നു. അതിൻ്റെ നുകപ്പാടേറ്റ് കന്നിനെൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകി വരുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കാൻ കാരണങ്ങൾ എന്തെല്ലാം?
ഉത്തരം ഗ്രാമത്തിൻ്റെ ശ്രീ കർഷക സ്ത്രീകളാണ്. ചെളിയിൽ വിരൽ കുത്തി തുമ്പു താഴ്ത്തി ഞാറു നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. സ്ത്രീകളുടെ വിരൽ തുമ്പുകളാൽ ചെയ്യുന്ന ജോലികളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നത്. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു. പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു കുളിർന്നു മനോഹരമായൊരു ചിത്രമായി മാറുകയാണിവിടെ. ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. വിശകലനം ചെയ്യാം. മഞ്ജുളമിക്കല സൃഷ്ടിക്കു മുൻപിലായി അഞ്ജലി അർപ്പിക്ക. കൃഷി കലാസൃഷ്ടിയാകുന്നതെങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടൊപ്പം അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറു നടുന്ന അവരുടെ വൈഭവം കൊണ്ടുതന്നെ കൃഷി മികച്ച മനോഹരമായ ഒരു കലാവൈഭവമായി മാറുന്നു. വയലിൽ വരിവരിയായി നീലനിലാവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. അവരുടെ വിരലുകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുത്തു എന്ന് കവി പറയുന്നത്. ഈണം കണ്ടെത്താം, ചൊല്ലാം. വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്തൂ, ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലൂ. അപ്പോൾ എല്ലാവരും ഇതിനൊരു ഈണം കണ്ടെത്തണേ. ഉറുവിയെ പുഷ്പിക്കും കലപോൽ നമുക്കൃതികരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളി. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വൈലോപ്പിള്ളിയുടെ കയ്പവെള്ളരി എന്ന കവിതയിലെ വരികൾ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയിലെ ആശയവുമായി ഇണങ്ങുന്നതാണ്. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത്. കൃഷിപ്പണിയെടുക്കുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുന്നിൽ ഭക്തിയോടെ കൈകൂപ്പി നിൽക്കുവാനാണ് മാധവിയമ്മ പറയുന്നത്. ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവൃത്തിയാണ് എന്ന് തെളിയിക്കുന്നു. പ്രയോഗഭംഗി കണ്ടെത്താം, വിശദീകരിക്കാം. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക. പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കൻ ചക്രവാളം ചുവക്കുന്നു. പ്രഭാതത്തിൻ്റെ വരവ് മറ്റൊരു തരത്തിലാണ് കടത്തനാട്ട് മാധവിയമ്മ അവതരിപ്പിക്കുന്നത്. പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ ആകാശമാകുന്ന പാടവും ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. സൂര്യരശ്മികൾ കൃഷിസ്ഥലമായും കൃഷിക്കാരായും അവതരിപ്പിക്കുന്നു. അതിമനോഹരമായ ഈ വർണ്ണന കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത്. മറ്റൊരു വരി, കാലുപുതയും വരമ്പത്തെ പാഴ്ചെളി താരയിൽ താമര താർ വിറർത്തി. വാങ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണചിത്രത്തിലേക്ക്. കവിതയിൽ ധാരാളം വാങ്മയ ചിത്രങ്ങളുണ്ടല്ലോ. അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക. എല്ലാവരും അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം ചെയ്യുമല്ലോ. കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക. അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. രൂപഭംഗി, വാസസ്ഥലം, വിനോദം, അക്ഷരം, പടവ്. ഒരു പോയിന്റും കൂടി കൂട്ടുകാർ ചേർക്കുമല്ലോ. തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായി ചേർന്നും ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. അടുത്തത് പഴഞ്ചൊൽ കേളി. കൃഷിച്ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക. അപ്പോൾ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ എഴുതിയാലോ. വരമ്പുചാരി നട്ടാൽ ചുവരുചാരി ഉണ്ണാം. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. കതിരിന്മേൽ വളം വെക്കരുത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുക. ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. വിത്തു വിതച്ചേ പച്ച വിതച്ചേ
കൊയ്തു കഴിഞ്ഞ് പാടം കൊയ്തേ തെയ്താരോ തെയ്യം താരോ കതിരണിഞ്ഞ് പൊൻകതിരണിഞ്ഞ് നെല്ലറ നിറയെ നെല്ലു വിളഞ്ഞ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യണേ. താങ്ക് യു.